മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഈ ചിത്രം നവംബറിൽ തിയേറ്ററിൽ എത്തുന്നതായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. OTT പ്ലേയാണ് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ ഉദ്ധരിച്ച് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് മമ്മൂട്ടി നായകനാകുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഡോക്ടർ സൂരജ് രാജൻ, ഡോക്ടർ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഈ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ്. ഈ സിനിമയിൽ മമ്മൂക്കയെ കൂടാതെ വിനീത്, ഗോകുൽ സുരേഷ്, ലെന, സിദ്ദിഖ്, വിജയ് വെങ്കിടേഷ്, വിജയ് ബാബു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ഈ ചിത്രം ഒരു കോമഡി ക്രൈം ത്രില്ലർ ജോണറിലാണ് ഒരുങ്ങുന്നത് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. നീണ്ട വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മണിരത്നവും രജനികാന്തും വീണ്ടും ഒന്നിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. രജനികാന്തിന്റെ പിറന്നാൾ ദിനമായ ഡിസംബർ 12-ന് ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് രജനികാന്ത് ആരാധകർ. 1991 പുറത്തിറങ്ങിയ ദളപതിയായിരുന്നു ഈ കൂട്ടുകെട്ടിൽ എത്തിയ അവസാന ചിത്രം. മഹാഭാരതത്തിലെ കർണൻ ദുര്യോധനൻ സൗഹൃദത്തെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമയിൽ സൂര്യ എന്ന കഥാപാത്രത്തെ രജനികാന്തും ദേവ എന്ന കഥാപാത്രത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും അവതരിപ്പിച്ചു. ഇവരെ കൂടാതെ അംരീഷ് പുരി, ശോഭന, ഗീത, അരവിന്ദ് സ്വാമി, ഭാനുപ്രിയ, ശ്രീവിദ്യ തുടങ്ങിയവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ അനശ്വരമാക്കുകയുണ്ടായി. ഇളയരാജയുടേതായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീതം. ദളപതി എന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിൽ ഒന്നു തന്നെയായി വിലയിരുത്തപ്പെടാവുന്നതാണ്. ഈ ചിത്രത്തിലെ രജനികാന്ത് മമ്മൂട്ടി കോംബോ രോമാഞ്ചത്തോടുകൂടെയല്ലാതെ നമുക്ക് ഇക്കാലത്തും കണ്ടിരിക്കുവാൻ കഴിയില്ല. രജനികാന്തും മണിരത്നവും വീണ്ടും ഒന്നിക്കുമ്പോൾ ദളപതിയിലേതുപോലെ മമ്മൂക്കയും ചിത്രത്തിൽ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് മമ്മൂട്ടി ആരാധകരും സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകവും. കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കും സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾക്കുമായി ഫിലിം റിപ്പോർട്ടർ എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.